1 മുതൽ 3 വരെ എഴുതിയിട്ട് പറയുക. ഓക്കെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത് നിയമം ഏത്? ഓപ്ഷൻ ബി റൗലറ്റ് ആക്ട്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ഏത്? ആരുടെ വാക്കുകളാണ്? ഗാന്ധിജി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം? ഓപ്ഷൻ ഡി ലാഹോർ. അഞ്ച് വരെ എഴുതിയിട്ട് പറയാം. ഓക്കെ. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി? 4. ഓപ്ഷൻ ഡി കേഴ്സൺ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത? സരോജിനി നായിഡു. 8 വരെ എഴുതിയിട്ട് പറയാം കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറഞ്ഞാൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? 6. സി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നീക്കിയ ഭേദഗതി? 44. മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ അമേരിക്ക. കറക്റ്റായിട്ട് OMR എടുത്തിട്ട് അതിൽ തന്നെ ബബിൾ ചെയ്ത് എഴുതണേ, എന്നാലേ ആ ഒരു പ്രയോജനം ലഭിക്കത്തുള്ളൂ. എക്സാം മോഡിൽ തന്നെ എഴുതണം. എക്സാം ഹോളിലെ ടെൻഷൻസ് ഒക്കെ ഒഴിവാക്കി നന്നാ മൈൻഡോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വായിച്ചോ പ്രതീക്ഷ? മൗലിക കടമകളെ പറ്റി ശുപാർശ ചെയ്യുന്നതിനായിട്ട് 76 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏത്? 9. ഓപ്ഷൻ ഡി സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആര്? 10. ബി രാഷ്ട്രപതി. ഐക്യ കേരള കൺവെൻഷൻ നടന്നത് തൃശൂർ? സമത്വ സമാജം? വൈകുണ്ഠസ്വാമികൾ? സോജി ഇന്ന് മോർണിംഗ് ക്ലാസ്സിൽ വന്നില്ലേ? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? 13. ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപം. 1.25 കോടി മലയാളികൾ EMS. ഇനി എന്നും നമുക്ക് 12 മണിക്കായിരിക്കും. നാളെ നമുക്ക് 11 മണിക്കാണ്. സാറ്റർഡേയിൽ ഞാൻ എക്സ്ട്രാ ക്ലാസ് എടുക്കുന്നത് ഇന്നലെ എടുക്കാഞ്ഞത് കൊണ്ടാണ്. നാളെ 11 മണിക്കുണ്ട് കേട്ടോ. നാളെ SIയുടെ പരീക്ഷ ഉള്ളവർക്ക് പോകാം, അല്ലാത്തവർക്ക് വരാം. 11 മണിക്ക് തെറ്റിപ്പോകരുത്. 11 മണിക്ക്. ഇനി രാവിലെ ഞാൻ ലിങ്ക് അങ്ങ് ഇടാം കേട്ടോ. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി? 15 പാർവതി ഭായ്
G20യുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന 16 സി. G20 രൂപീകരിച്ചത് 98-ല്. സ്ഥിരമായ ആസ്ഥാനമില്ല. ഉൾപ്പെട്ട രാജ്യം ബ്രസീൽ എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രീ ക്ലാസ്സിനകത്ത് വിളിച്ചോണ്ട് വരണേ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? 17. ബി. കണ്ണൂർ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഉൾപ്പെടാത്ത വ്യക്തി ആര്? 18. ഓപ്ഷൻ ബി. പോറ്റി ശ്രീരാമലു. ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു എന്നിവർ ഉൾപ്പെടുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തിയിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ? ഓപ്ഷൻ എ. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. 1, 2, 3. ഓപ്ഷൻ സി. ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയിലാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? ഓപ്ഷൻ എ. സോവിയറ്റ് യൂണിയൻ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത? ഓപ്ഷൻ ബി. ജിലുമോൾ മാരിയറ്റ് തോമസ്. രണ്ടായിരത്തി 23 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏതു രാജ്യത്തെ ടീമിനെ ആണ്? 24. ആൻസർ ഈസ് ഓപ്ഷൻ ബി. ശ്രീലങ്ക. വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് എത്രാം സ്ഥാനം ആണ് ഉള്ളത്? 25. ആൻസർ ഈസ് ഓപ്ഷൻ സി. 7-ാം സ്ഥാനം. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര്? 26. സജി ചെറിയാൻ. ഓക്കെ. കർണാടകയിലും തമിഴ്നാടുമായിട്ട് ചേർന്ന വയനാടിന്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതം? ഓപ്ഷൻ സി. മുത്തങ്ങ വന്യജീവി സങ്കേതം. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം എന്ന് പറഞ്ഞത്? ഓപ്ഷൻ എ. ചൈന. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത്? ഓപ്ഷൻ സി. പെരിയാർ. ഇന്ത്യയുടെ ധാന്യപുര എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? ഉത്തര മഹാസമുദ്രം. ഓപ്ഷൻ സി.
കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം 31. ഓപ്ഷൻ ബി ശാസ്താംകോട്ട. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 32. ഓപ്ഷൻ എ 9. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് പീഠഭൂമിയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ. ശബരിഗിരി വൈദ്യുത പദ്ധതി ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 34. ആൻസർ ഈസ് ഓപ്ഷൻ ഡി പമ്പ. വരെ എഴുതിയിട്ട് പറയുക കേട്ടോ. ഇന്ത്യയുടെ തെക്കേ അറ്റമായിട്ട് കരുതുന്നത് ഇന്ദിരാ പോയിന്റ്. ഓപ്ഷൻ സി. ഏറ്റവും ചെറിയ ജില്ല 36. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആലപ്പുഴ. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? പുന്നമട കായൽ. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? 38. ആൻസർ ഈസ് ഓപ്ഷൻ ബി 941. ബബിൾ ചെയ്യണേ. OMR അടുത്ത ദിവസം മുതൽ OMR കൊണ്ടുവരണം. നാളെ മാത്രം 11 മണിക്കായിരിക്കും, സാറ്റർഡേയിലായതുകൊണ്ട്. മൺഡേ ടു ഫ്രൈഡേ 12 PM ആണ്. മുപ്പത്തൊമ്പത് ആൻസർ ഇല്ല. 39 എഴുതണ്ട. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയ ഉദ്യാനം ഏത്? ഏതാണ്? സൈലന്റ് വാലി. കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? 41. സി മേഘാലയ. ഓക്കെ. കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം 1973. 83 എന്തോ ആദ്യമായിട്ട് വേൾഡ് കപ്പ് ലഭിച്ചതല്ലേ? വേൾഡ് കപ്പ് ക്രിക്കറ്റ് 83 സന്തോഷ് ട്രോഫി കേരളത്തിന് ലഭിച്ചു. 14ാമത് ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻഖർ. 43. ബി. ചന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചപ്പോൾ അല്ലാത്തത്? ഓപ്ഷൻ സി ഓർബിറ്റർ. അമൃത ഷെർഗിലിന്റെ ചിത്രം കഥയല്ലിത് ജീവിതം, ഗ്രാമീണ ജീവിതം. അമൃത TVയിലല്ലേ കഥയില്ലത് ജീവിതം. സോ തെറ്റിപ്പോവായിരിക്കും. ഗ്രാമീണ ജീവിതം അമൃതയായിട്ട് കണക്ട് ചെയ്യാം. കഥയല്ലിത് ജീവിതം.
ചരക്കു സേവന നികുതി എന്നാണ് നിലവിൽ വന്നത്? 46. 2017 ജൂലൈ 1. ഗോദാൻ എന്ന കൃതി രചിച്ചത് ആര്? 47. സി പ്രേംചന്ദ്. ഒളിമ്പിക്സ് ഇനത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? 48. ഓപ്ഷൻ എ. 69 ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? അല്ലു അർജുൻ. വാട്സപ്പിൽ ഇപ്പൊ പുതിയ ഫീച്ചർ വന്നു. ഫോർവേഡ് ചെയ്യുന്നത് എങ്ങോട്ടാണെന്ന് മനസ്സിലാവും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേര്? കാലം സാക്ഷി. 71ാമത് മിസ് വേൾഡ് ആതിഥേയത്വം സ്വീകരിച്ച രാജ്യം, ആതിഥേയത്വം വഹിച്ച രാജ്യം 2023? 51. എ ഇന്ത്യ. 71 ഇന്ത്യ. ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദ്. ഇന്ന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് ആണോ? എല്ലാ ആൻസർ പറയുന്നുണ്ടല്ലോ. ലോല ഏതിന്റെയാണ്? പയർ. ശരിയായിട്ടുള്ള ജോഡി 2 മാത്രം ശരി. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണ്? 55. സി കണ. താഴെ പറയുന്നവയില് പ്രസ്താവന ശരിയായത് ഏത്? 56. ബി 2 മാത്രം ശരി. തിരമാല പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം? മലപ്പുറം. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം 2023. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി? ആർദ്രം. ഓപ്ഷൻ എ. മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ മാറ്റം എന്ന ആശയത്തെ പ്രയോജനപ്പെടുത്തി വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. 60. ഓപ്ഷൻ എ. ഡ്രാഫ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ലാസ്റ്റ് ടൈം ചേഞ്ച് ചെയ്താണ്.
ഇങ്ങനെയല്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ മാർക്കൊക്കെ പോയത്. നമ്മൾ വിചാരിക്കുന്നതല്ല, ലാസ്റ്റ് ആരെങ്കിലും ഒക്കെ കൊടുത്ത് മാറ്റി വെക്കും. അറുപത്തി ഒന്ന്. ആൻസർ ഈസ് ഓപ്ഷൻ എ, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ. ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? 62. ഓപ്ഷൻ ഡി, ജെയിൻ വീലിന്റെ ചലനം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? 63. ഓപ്ഷൻ ബി, ടൈറ്റാനിയം. അറുപത്തിനാല്. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയക്ക് അനുയോജ്യമായത്? ഓപ്ഷൻ സി 1, 2, 3. ശരി. കണികളുടെ ഊർജം കൂടുന്നു, തമ്മിലുള്ള അകലം കൂടുന്നു. അതായത് ഐസിൽ നിന്ന് ജലമായിട്ട് മാറുമ്പോൾ സോളിഡിൽ നിന്ന് ലിക്വിഡായിട്ട് മാറുന്നു, കണികൾ തമ്മിലുള്ള അകലം കൂടുന്നു, ഊർജം കൂടുന്നു, ആകർഷണം കുറയുന്നു. ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? 65. ഓപ്ഷൻ ബി, ജപ്പാൻ. അറുപത്തി ആറ്. ഓപ്ഷൻ ഡി. ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശനായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത്? ഉൾപ്പെടുന്നവയാണ്: ഹബിൾ ദൂരദർശനയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് വസ്തുക്കൾ നിരീക്ഷിക്കാൻ കഴിയുന്നു, ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവ പരിശോധിക്കാൻ കഴിയും, താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഒറ്റപ്പെട്ടത് ഏത്? 67. ഓപ്ഷൻ ബി, ചിക്കൻ ബോക്സ്. നിപ വൈറസിന്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ഏത്? 68. ഓപ്ഷൻ എ, വവ്വാൽ. ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ? 69. ഓപ്ഷൻ സി, ഡയബറ്റിസ് മെലിറ്റസ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തെ സഹായിക്കുന്ന മൂലകം? 70. ഓപ്ഷൻ സി, ഇരുമ്പ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര്? 71. ഓപ്ഷൻ എ, സ്ഫിഗ്മോമാനോമീറ്റർ.
ഒയമാറിലല്ലേ എഴുതുന്നേ? സനിൽ രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ. ഓപ്ഷൻ ഡി പ്രമേഹം. എയ്ഡ്സ് രോഗത്തിന് കാരണമാവുന്ന HIV. ഓപ്ഷൻ സി ലിംബോസൈറ്റ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് WIFS. ഓപ്ഷൻ എ. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി 75. ഓപ്ഷൻ ഡി ബാലമിത്ര. താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? 76. ഓപ്ഷൻ സി കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ. സിയാച്ചിൻ ആദ്യമായിട്ട് നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ 77. ഓപ്ഷൻ എ ക്യാപ്റ്റൻ ഗീതിക കൗൾ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏത്? 78. ഓപ്ഷൻ ബി കൊൽക്കത്ത. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് അവതരിപ്പിച്ചത്? ഓപ്ഷൻ ഡി തുടങ്ങനാണ്. ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനം? 28%. നിങ്ങൾ മാർക്കൊക്കെ കൂട്ടിയിട്ട് പറയുക. അപ്പൊ നമ്മൾക്ക് സെക്രട്ടറി അസിസ്റ്റന്റിന്റെ പുതിയ പ്ലാൻ അവൈലബിൾ. 799 ആണ് ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. റിവിഷൻ ക്ലാസ് ആയിരിക്കും അവിടെ വരുന്നത്. റെക്കോർഡ് ക്ലാസ്സും ലൈവ് സെഷൻസും എല്ലാം ഉണ്ടായിരിക്കും. ഡെയിലി 2 ക്ലാസ്സസ് ഉണ്ട്. 10:30 വരും. അതുപോലെ തന്നെ 7 PM ക്ലാസ് വരും. നെക്സ്റ്റ് 10th ലെവൽ റിലേറ്റ് ചെയ്തിട്ടുള്ള 2021 മുതൽ 25 വരെയുള്ള ഫോക്കസ് ഏരിയാസ് GK പ്ലസ് സയൻസ് 11 മണി മുതൽ 12 മണി വരെയാണ്. 500 rupees ആണ് 10 മാസത്തേക്ക് വരുന്നത്. ഇനി +2 ലെവൽസ് ഫോക്കസ് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും പറ്റുന്നതാണ് ഈ ഒരു കണ്ടന്റ്. GK പ്ലസ് സയൻസ് ആണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ കാര്യങ്ങളായിരിക്കും വരുന്നത്. സോ 599 രൂപയാണ് അവിടെ വരുന്നത്. ഇനി നമുക്ക് ഫ്രീ ക്ലാസ് ഉണ്ട്. മൺഡേ ടു സാറ്റർഡേ വരെ 12 PM ക്ലാസ് വരുന്നത്. എല്ലാ ദിവസവും റിവിഷനും ഉണ്ടായിരിക്കും, OMR ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ എല്ലാം ലിങ്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ CGB Juice അക്കാദമിയിൽ ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ PDF ആക്സസ് ചെയ്യാൻ പറ്റും. ഗ്രൂപ്പിലും ആപ്പിലും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് അവിടെ കാണും. ഫ്രീ ക്ലാസ് അത് 12 മണിക്ക്. ഇനി ഇതിന്റെ രണ്ടിന്റെയും കൂടെ, അതായത് 10th ലെവലും +2 ലെവൽസിന്റെയും കൂടെ കോംബോ ഓഫർ 799 ഓഫർ അവൈലബിൾ ആണ്. ഓക്കെ, ഉടനെ തന്നെ നമ്മൾ ഡിഗ്രി പ്രിലിംസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് കഴിഞ്ഞിട്ട് സെക്രട്ടറി അസിസ്റ്റന്റ് കഴിഞ്ഞിട്ട് കുറെ എൻക്വയറീസ് വന്നതുകൊണ്ടാണ് പറഞ്ഞത്. നാളെ റിവിഷൻ ഡേ 9. ഇന്ന് ഡേ 8 അല്ലേ? പെട്ടെന്ന് മാർക്ക് പറഞ്ഞോളൂ. $69 മാർക്ക്. 80 മാർക്ക് കേട്ടോ. ഡിലീഷൻ ഒന്നും വന്നിട്ടില്ലായിരുന്നു. പിന്നെ നിങ്ങൾ പഠിച്ചോണ്ട് വന്നിട്ടുണ്ടോ? റിവിഷന് പഠിച്ചോണ്ട് വന്നിട്ടുണ്ടോ? പഠിച്ചോണ്ട് വന്നിട്ടില്ലെങ്കിൽ നാളെ ആക്കാം. ഞാൻ ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടില്ല. നാളെ മതിയോ? ഡേ 8 നാളെ പഠിച്ചോണ്ട് വരണേ.
നാളെ ഡേ 8 നാളത്തേക്ക് അങ്ങോട്ട് ഷെയർ ചെയ്തേക്കാം. നാളെ ഡേ 8 പഠിച്ചുകൊണ്ട് വരിക. ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ചിലർ പഠിച്ചുകൊണ്ട് വരത്തില്ല. ആ മാർക്ക് പറയും. അശ്വതിക്ക് 70, നഷ്പു 68, ധനുഷ 67, പ്രജീഷ് 69. ആ വേറെ ആരും മാർക്ക് പറഞ്ഞു? ഷാബിൻ മാർക്ക് പറഞ്ഞോ? കണ്ടില്ലല്ലോ. ഫയൽ വന്നായിരുന്നോ ഈ ഫയല്? വിഷ്ണുപ്രിയ 66, ടിൽന 68. അശ്വതി മാർക്ക് പറഞ്ഞോ? ധന്യാറാമൻ എത്ര ഉണ്ട്? കണ്ടില്ലല്ലോ. അനീഷാൻഡോ? അശ്വതി 70, ധന്യറാം 74, ഷാബിൻ 66. ഓക്കെ, അപ്പൊ ശരി, നാളെ 11 മണിക്കാണ്, മറക്കരുത് കേട്ടോ. രാവിലെ മെസ്സേജ് ഇടാൻ മറക്കരുത്, 11 മണിക്ക്. അപ്പൊ ശരി, ബൈ. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.